ഇന്ത്യക്ക് മേൽ ഈ അധിക തീരുവ ചുമത്താനോ അല്ലെങ്കിൽ വ്യാപാര തീരുവ ചുമത്താനോ അമേരിക്ക പറഞ്ഞു വയ്ക്കുന്ന ന്യായങ്ങൾക്ക് അത്തരത്തിലൊരു ബേസ് ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ടൊരു കാര്യമാണ്. അമേരിക്കയായിട്ട് വ്യാപാര കമ്മിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലായിട്ട് 10ാമത് എങ്ങാണ്ടാണ്. അപ്പോൾ ഇന്ത്യക്കാലം മേലുള്ള കുറേ രാജ്യങ്ങളുണ്ട്, പക്ഷെ അവർക്കെതിരെ ഒന്നും ഈ സമീപനം സ്വീകരിച്ചിട്ടില്ല. ഈ റഷ്യൻ എണ്ണ ഇറക്കുമതി മൂലം ഇന്ത്യയിലെ കുറച്ച് സമ്പന്ന കുടുംബങ്ങൾ വലിയ രീതിക്ക് സ്വത്ത് സമ്പാദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ സ്വകാര്യ കുടുംബങ്ങൾ, അതായത് സർക്കാരോ രാജ്യമോ അല്ല, പകരം ഇന്ത്യയിലെ കുറച്ച് സ്വകാര്യ കുടുംബങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ളൊരു ഭാവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. റഷ്യ അവർ ആ യുദ്ധം തുടങ്ങിയതിന് ശേഷം, സാങ്ഷൻ വന്നതിന് ശേഷം ഒരു അന്താരാഷ്ട്ര വിപണിയിൽ എന്താണോ ക്രൂഡ് ഓയിലിൻ്റെ വില അതിനേക്കാളും കുറച്ചൊരു ബെഞ്ച് മാർക്ക് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയപ്പെടുന്നത് അതിനും 5% ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത്രയും കമ്പാരിറ്റീവ്ലി മറ്റു മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നേക്കാളും വില കുറച്ച് ക്രൂഡ് ഓയിൽ നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഗുണം നമ്മൾക്ക് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഇതിൽ രണ്ട് രാജ്യങ്ങളിലും അവരുടെ പ്രൈഡ്, അവരുടെ ദേശസ്നേഹത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ അവരുടെ ഒരു തീവ്ര വലതുവശത്തിൻ്റെ സ്വഭാവമാണല്ലോ അത്. അപ്പോൾ ഇത്തരം സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് നേതാക്കളാണ് ഈ രണ്ട് രാജ്യങ്ങളിലും ഉള്ളത്. ഇന്ത്യ ഈ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല, അല്ലെങ്കിൽ വഴിപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. അമേരിക്ക ഇന്ത്യക്ക് മേലെ ചുമത്തിയ അധിക വ്യാപാര നികുതി 50% അധിക വ്യാപാര നികുതി ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്ക ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അലാസ്കയിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ വ്യാപാര തീരുവയിലൊരു കുറവുണ്ടാകും എന്നൊക്കെ പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അതുതന്നെ കഴിഞ്ഞ ദിവസം സെർജിയോ ഗോർ എന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള, ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ആളെന്നറിയപ്പെടുന്ന വൈറ്റ് ഹൗസിലെ പ്രധാനപ്പെട്ട സെർജിയോ ഗോറിനെ ഇന്ത്യൻ അംബാസഡറായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം വച്ചൊരു വിലയിരുത്തലുണ്ടായത് പൊതുവെ ഒരു ഈ വൈറ്റ് ഹൗസിനകത്തെ ഒരു റഷ്യൻ ചാരൻ എന്നൊക്കെയാണ് ഒരു ആരോപണം നേരിടുന്ന ആളാണ് സെർജിയോ ഗോർ. അപ്പോൾ അത്തരത്തിൽ ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ ഇന്ത്യയിലായിട്ടുള്ള അമേരിക്കൻ അംബാസഡറായിട്ട് വിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ വിള്ളൽ അടയ്ക്കുക, അങ്ങനെ ഒരു സമീപനമായിരിക്കും ട്രംപ് സ്വീകരിച്ചെന്നൊക്കെയാണ് വിലയിരുത്തലുണ്ടായിരുന്നത്. പക്ഷേ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് 27-ാം തീയതി മുതൽ ഈ അധിക വ്യാപാര തീരുവ ഇന്ത്യക്ക് മേൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്ന പോലെ അലാസ്കയിൽ ട്രംപും പുടിനും കൂടിക്കാഴ്ച നടന്നതിന് ശേഷം പൊതുവെ ഈ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു, ഇങ്ങനെ എണ്ണ മേടിച്ച് ഇന്ത്യ കൊടുക്കുന്ന പണം ഉക്രൈൻ റഷ്യ വാറിൽ റഷ്യയ്ക്ക് ഉപയോഗപ്രദമാകുന്നു. അത് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നേരത്തെ ചുമത്തി 25-ന്റെ മേലെ 25ഓടെ ചുമത്തി 80% വ്യാപാര തീരുവ ഇന്ത്യയുടെ മേലെ ചുമത്തിയത്. അപ്പോൾ അന്ന് ആ യോഗം ട്രംപ് പുടിൻ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് പറഞ്ഞത് ഇത് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള തീരുവയിലൊരു പുനർവിചിന്തനം ഉണ്ടാവും എന്നുള്ളൊരു സൂചനയൊക്കെ തന്നിരുന്നു. ഇതെല്ലാം വെച്ചിട്ട് പിന്നെ അതിനിടയ്ക്ക് ഈ ഇന്ത്യ ആയിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ കൂടി സ്മൂത്ത് ആക്കണം എന്നൊക്കെയുള്ള ആവശ്യം അമേരിക്കയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇത് കുറച്ചേക്കും എന്നായിരുന്നു പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്താണെന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കയറ്റുമതി ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇന്ത്യ ഈ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല, അല്ലെങ്കിൽ വഴിപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. കാരണം ഈ വ്യാപാര തീരുവയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മേൽ ചുമത്തിയതിന് ശേഷം 5-6 ഡയലോഗ്സ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇതിന് ഒരു സമവായത്തിന് വേണ്ടി നടന്നു. പക്ഷെ അതെവിടെയും പരിഹാരം കണ്ടില്ല. അതിനുശേഷം ഈ 25% അധിക തീരുവ വന്നതിന് ശേഷവും പിന്നീട് ആ ചർച്ച അങ്ങനെ പുരോഗമിക്കുന്ന ഒരു സ്വഭാവത്തിയിട്ട് ഇന്ത്യ അതിന് മുൻകൈ എടുത്തിട്ടുമില്ല. അത് തന്നെയല്ല, ഈ അമേരിക്ക ഈ 25% കൂടി അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെ ഇന്ത്യ റഷ്യ ആയിട്ടുള്ള ഒരു ബയലാറ്ററൽ ചർച്ചകൾക്ക് ഭയങ്കര ത്വരിതപ്പെടുത്തി. അതോടൊപ്പം തന്നെ ചൈനയായിട്ടുള്ള ഒരു ചർച്ചകൾ ത്വരിതപ്പെടുത്തി. ജയശങ്കർ നേരിട്ട് ചൈനയിലും പുടിനെ കാണാനൊക്കെ പോയി. അങ്ങനെ ഇത്തരത്തിൽ ഞങ്ങൾ എന്തായി കഴിഞ്ഞാൽ ഇതിന് കീഴടങ്ങില്ല എന്നുള്ളൊരു സന്ദേശം ഇന്ത്യ ഓൾറെഡി അമേരിക്കയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ അപ്പോൾ ഇന്ത്യ വഴങ്ങാതെയാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തും നമ്മൾ നേരിടാൻ തയ്യാറാണെന്നുള്ളൊരു ഒരു പരോക്ഷമായിട്ടുള്ള പ്രഖ്യാപനം ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അത്തരത്തിലുള്ള സൂചന തന്നെയാണ് നൽകിയത്. കാരണം എന്ത് സമ്മർദ്ദം ഉണ്ടെങ്കിലും അതിനെ മറികടക്കാൻ രീതിക്ക് നമ്മൾ ശക്തിപ്പെടും എന്നുള്ളൊരു നിലപാടാണ് മോദിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എന്നുള്ള പ്രസംഗത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പൗണ്ടും ഡോളറിനൊക്കെ എതിരായിട്ട് നമ്മൾ സെൽഫ് സഫിഷ്യൻ്റായി മാറേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇപ്പം ഈ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ച് നിർത്തിക്കൊണ്ട്
അമേരിക്കയോട് കോംപ്രമൈസിന് തയ്യാറല്ല എന്നുള്ളൊരു രീതിക്കാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇപ്പം ഇത് പക്ഷേ ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളോട് കൂടി ഇതിന് ഉപോത്ബലമായിട്ട് നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ഈ ഇന്ത്യക്ക് മേൽ ഈ അധിക തീരുവ ചുമത്താനോ അല്ലെങ്കിൽ വ്യാപാര തീരുവ ചുമത്താനോ അമേരിക്ക പറഞ്ഞു വെക്കുന്ന ന്യായങ്ങൾക്ക് അത്തരത്തിലൊരു ബേസ് ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ അധിക വ്യാപാര തീരുവ ചുമത്തുമ്പോൾ അമേരിക്ക പറഞ്ഞത് ഈ വ്യാപാര കമ്മിയായിട്ട് അമേരിക്കയായിട്ടുള്ള വ്യാപാര കമ്മീൻ്റെ പ്രശ്നം പറഞ്ഞിട്ടാണ് ലോകത്തെ രാജ്യങ്ങൾക്ക് മേലെ മറ്റ് രാജ്യങ്ങൾക്ക് മേലെ അടക്കം ഈ അധിക തീരുവ ചുമത്തണം എന്നുള്ളൊരു സമീപനത്തിൽ ട്രംപ് പോയത്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ലോജിക്കലൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യ ഈ വ്യാപാര കമ്മി അമേരിക്കയായിട്ട് വ്യാപാര കമ്മിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലായിട്ട് 10ാമത് എങ്ങാണ്ട. അപ്പോൾ ഇന്ത്യക്കാലം മേലുള്ള കുറേ രാജ്യങ്ങളുണ്ട്. പക്ഷെ അവർക്കെതിരെ ഒന്നും ഈ സമീപനം സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത് ഈ 25% അധികം ചുമത്തുമ്പോൾ പറഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കണം എന്നുള്ളൊരു കാരണമാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന രാജ്യം ചൈനയാണ്. 68% റഷ്യൻ എണ്ണയുടെ കയറ്റുമതി അല്ലെങ്കിൽ അത് ഇറക്കുമതി ചെയ്യണ ഒരു രാജ്യമാണ് ചൈന. ഇന്ത്യ അത് 38% വരുന്നുള്ളതാണ് കണക്കാക്കുന്നത്. പറഞ്ഞു വന്ന പോലെ 50% ഇപ്പോൾ ഈ എണ്ണയുടെ മുകളിലുള്ള തിരിവായി കഴിഞ്ഞാലും അല്ലാതെ ചുമത്തി 25% തിരിവായാലും അതൊക്കെ ചുമത്താനായിട്ട് അമേരിക്ക പറയുന്ന കാരണങ്ങൾ ഇത്തരത്തിലൊരു തരത്തിൽ പറഞ്ഞാൽ ഭയങ്കര ബാലിഷാണ്. അത് ഒരു നിലനിൽക്കുന്ന ഒരു അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പം ഒരു ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അമേരിക്ക പറയുന്നത്. അത് ഈ ട്രംപിൻ്റെ പൊതുവെ ട്രംപ് ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്ന ട്രംപിൻ്റെ ഈ ഒരു ഇമ്മച്യൂറായിട്ടെന്ന് ലോകം വിലയിരുത്തുന്ന അല്ലെങ്കിൽ ഭയങ്കര തീവ്രമായിട്ട് അയോധ്യ വൈകാരികമായിട്ടുള്ള ട്രംപിൻ്റെ ഇത്തരം സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇതൊക്കെയാണെങ്കിലും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് അങ്ങനെ ഒന്നും പുറകോട്ട് പോകാൻ തയ്യാറല്ല എന്ന് അങ്ങോട്ട് കൂടി ഇപ്പം 27-ാം തീയതി കർശനമായി നടപ്പിലാക്കുമെന്ന് പറയുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് ഒരു നിലപാട് ഒരു ഇന്ത്യയിൽ പോലും വലിയ ചർച്ചയായേക്കാവുന്ന ഒരു എന്താ പറയുക, ഇതിനൊക്കെ ഉപരിയായിട്ടൊരു പൊളിറ്റിക്കൽ ചർച്ച പോലും ഇന്ത്യയിൽ ഉയർന്നു വന്നേക്കാവുന്ന ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ റഷ്യൻ എണ്ണ ഇറക്കുമതി മൂലം ഇന്ത്യയിലെ കുറച്ച് സമ്പന്ന കുടുംബങ്ങൾ വലിയ രീതിക്ക് സ്വത്ത് സമ്പാദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ സ്വകാര്യ കുടുംബങ്ങൾ, അതായത് സർക്കാരോ രാജ്യമോ അല്ല, പകരം ഇന്ത്യയിലെ കുറച്ച് സ്വകാര്യ കുടുംബങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. 16 ബില്യൺ ഡോളറോളം ഇത്തരത്തിൽ ഈ റഷ്യ ആയിട്ടുള്ള എണ്ണ ഇടപാട് കൊണ്ട് ഇത്തരം സ്വകാര്യ കുടുംബങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ബെസന്റ് പറഞ്ഞത്. അപ്പോൾ അതിന് അദ്ദേഹം ബേസായിട്ട് പറഞ്ഞായിരുന്നു വെച്ചാൽ, ഇപ്പം ഈ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന വില കുറച്ച് മേടിക്കുന്ന ക്രൂഡ് ഓയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ശുദ്ധീകരിച്ചിട്ട് റഷ്യ ഉപരോധം ഏർപ്പെടുത്തിയേക്കണ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നറേറ്റീവാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ അമേരിക്കയുടെ ഈ ട്രഷറി സെക്രട്ടറി പറഞ്ഞ ആ പോയിന്റുകൾ ഒന്നോടെ കൂടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ചില ഡാറ്റകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ നമുക്കിപ്പം അറിയാം, ഫിൻലൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവർ പുറത്തുവിട്ട ഡാറ്റ, അല്ലെങ്കിൽ കപ്ലർ എന്ന് പറയുന്ന ഈ ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നൊരു സംവിധാനം, ബ്ലൂംബർഗ്, ഇവരൊക്കെ പുറത്തുവിട്ട കുറച്ച് ഡാറ്റകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കുറച്ചുകൂടെ കൂടി ക്ലാരിറ്റി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഫിൻലൻഡ് കേന്ദ്രീകരിച്ച് അവർ പുറത്തുവിട്ടൊരു ഡാറ്റ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, ഈ റിലയൻസ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഈ ജാംനഗറിൽ റിഫൈനറിയിട്ട് അവർ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ നിലവിൽ 50% റഷ്യയിൽ നിന്നാണ്. നേരത്തെ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ അത് വെറും 3% അവരുടെ ഒരു കണക്ക്. ഇപ്പോൾ റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് റഷ്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അവിടുത്തെ കമ്പനിയായിട്ട് ഇപ്പം നിലവിൽ റിലയൻസ് ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. 2024 കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഈ കരാർ പ്രകാരം ഏകദേശം 5 ലക്ഷം ബാരൽ എണ്ണ പ്രതിദിനം ഇറക്കുമതി ചെയ്യുക. അതിന് ഏകദേശം അത്തരത്തിലുള്ളൊരു കരാറ് 10 വർഷത്തേക്ക് ദീർഘകാല കരാറാണ് റിലയൻസ് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത 10 കൊല്ലത്തേക്ക് ഞങ്ങളുടെ ബിസിനസ് പ്ലാനിൽ റഷ്യ ഉണ്ടെന്ന് കൃത്യമായിട്ട് റിലയൻസ് അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നയാര. ഇപ്പോൾ ഈ റോസ്നെഫ്റ്റിനൊക്കെ ബന്ധമുണ്ടെന്ന് പറയുന്ന നയാര എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, അവർ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 27% ആകെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് റഷ്യൻ എണ്ണ. ഇപ്പോൾ അത് 72% എന്നാണ് കണക്ക്. അപ്പോൾ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഇപ്പം മറ്റേ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത്, ഇങ്ങനെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചിട്ട് അത് ശുദ്ധീകരിച്ച പെട്രോൾ ഉൽപ്പന്നമായിട്ട് തിരിച്ച് കയറ്റുമതി ചെയ്യുമെന്ന് പറയണേ. തിരിച്ചെങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത്? റഷ്യയിൽ നിന്ന് നേരിട്ട് ഈ എണ്ണ മേടിക്കാൻ ഇപ്പം നിലവിൽ ഉപരോധമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിട്ടടക്കം കയറ്റുമതി ചെയ്യുന്നതാണ്. അപ്പം ഇത്തരത്തിൽ 85.9 ബില്യൺ ഡോളറിൻ്റെ എണ്ണയാണ് ഇങ്ങനെ റിലയൻസ് കയറ്റുമതി ചെയ്തത്. അതിൽ ഏകദേശം 44% ഈ
റഷ്യൻ സാങ്ഷനുള്ള യൂറോപ്യൻ കൺട്രീസ് ഇട്ടാർന്നൊക്കെയാണ് നിലവിലുള്ള ഡാറ്റകളുള്ളത്. അപ്പോൾ ഇതൊക്കെ പരിഗണിക്കുമ്പം ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട പോലെ തന്നെ ഈ റിലയൻസോ നായരൊക്കെ ഇറക്കുമതി ചെയ്യുന്ന പോലെ തന്നെ ഇന്ത്യയുടെ പൊതുമേഖല എണ്ണ കമ്പനികൾ, ഭാരത് പെട്രോളിയം ആയാലും ഹിന്ദുസ്ഥാൻ ഇവരൊക്കെ ആയിക്കഴിഞ്ഞാലും BPCL ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് ആ ഒരു രാഷ്ട്രീയ ചോദ്യം ഉയരണത്. കാരണം ഇന്ത്യയിലിപ്പം എണ്ണ വില കമ്പാരിറ്റീവ്ലി ലോകത്തെ ഏത് മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ റഷ്യയിലിപ്പം അവർ ആ യുദ്ധം തുടങ്ങിയതിന് ശേഷം, സാങ്ഷൻ വന്നതിന് ശേഷം ഒരു അന്താരാഷ്ട്ര വിപണിയിൽ എന്താണോ ക്രൂഡ് ഓയിലിൻ്റെ വില അതിനേക്കാളും കുറച്ചൊരു ബെഞ്ച് മാർക്ക് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയപ്പെടുന്നത് അതിനും 5% ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ്. അപ്പോൾ അത്രയും കമ്പാരിറ്റീവ്ലി മറ്റു മാർക്കറ്റിൽ നിന്ന് മേടിക്കണേക്കാളും വില കുറച്ച് ക്രൂഡ് ഓയിൽ നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഗുണം നമ്മൾക്ക് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അപ്പം നിലവിൽ ഇത്തരം ബിസിനസ് നടത്താൻ റിലയൻസിനൊക്കെ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അവർക്ക് അവരുടെ ഈ പൈസ ഉണ്ട്, എണ്ണ ഇറക്കുമതി ചെയ്യാം, അതിവിടെ ശുദ്ധീകരിച്ചിട്ട് തിരിച്ച് കയറ്റുമതി ചെയ്യാം, അതിനകത്ത് ലാഭം ഉണ്ടാക്കാം. പക്ഷേ ഇത്രയും വില കുറച്ച് എണ്ണ അവിടെ കിട്ടുകയും എണ്ണ മേടിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടുന്നു. ഇപ്പം എണ്ണയുടെ വില പറഞ്ഞാൽ നമുക്കറിയാം, വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ഏറ്റവും വലിയ ഘടകമാണ് എണ്ണ വില ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. വിലക്കയറ്റവും എണ്ണ വിലയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചകളോടെ കൂടി ഉയർത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നേരത്തെ സൂചിപ്പിച്ചു വെച്ചത്. അപ്പം പക്ഷെ അപ്പോഴും ഈ നിലവിൽ എന്താ പറയുകയാണ്, ഇന്ത്യ ഇത്തരത്തിൽ തന്നെ അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങാതെ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ മാറ്റം വരും, ഇവർ ഭയങ്കര ദോസ്തുക്കളായതുകൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഗുണം ഇന്ത്യക്ക് കിട്ടുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പം എന്താ പറയുക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ഒരു സ്ലോഗനുമായിട്ട് ട്രംപ് അമേരിക്ക എന്നുള്ള രീതിക്ക് ഒരു സ്വാശ്രയ സ്വഭാവത്തിട്ട് അമേരിക്കയെ മാറ്റണം എന്നുള്ളൊരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇന്ത്യയും ആ തരത്തിലാക്കണം എന്നൊരു മോഡി മുന്നോട്ട് പോകുന്നു. അപ്പം ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളിലും അവരുടെ പ്രൈഡ്, അവരുടെ ദേശസ്നേഹത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ, അവരുടെ ഒരു തീവ്ര വലതുപക്ഷത്തിൻ്റെ സ്വഭാവമാണല്ലോ അത്. അപ്പോൾ ഇത്തരം സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് നേതാക്കളാണ് ഈ രണ്ട് രാജ്യങ്ങളിലും ഉള്ളത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ ഇത്തരം പല എലമെൻറ്റുകളും കോംപ്രമൈസ് ചെയ്യപ്പെടണം. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഒരു കോംപ്രമൈസ് ഉണ്ടാവണമെങ്കിൽ അമേരിക്ക ആവശ്യപ്പെടുന്ന പോലെ തന്നെ ഇന്ത്യയുടെ കാർഷിക, ക്ഷീര, മത്സ്യമാംസ അത്തരത്തിലുള്ള വിപണി അമേരിക്ക തുറന്നു കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. ഇതൊന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ വരാൻ പോകുന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് ഇലക്ഷനുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളൊന്നും വിട്ടുവീഴ്ച ചെയ്തിട്ട് അമേരിക്കയോട് ഇത്തരം കാര്യങ്ങൾ കോംപ്രമൈസ് ഇന്ത്യക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് വളരെ നിർണായകമാണ്. ഇപ്പോൾ നമുക്ക് ഈ അമേരിക്ക ഇത്ര വളരെ ശക്തമായിട്ട് ഈ നിലപാടായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇന്ത്യ ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് വളരെ പാരലി അമേരിക്കയും റഷ്യയും ചൈനയായിട്ടുള്ളൊരു ബന്ധത്തിന് ദൃഢത വരുത്തുന്ന ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്ക അഡമൻ്റായിട്ട് ഇത് പറ്റില്ല എന്നൊരു നിലപാടെടുക്കുമ്പോൾ ഇപ്പറേ റഷ്യയും ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം അത് വലിയ രീതിക്ക് വളർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്ത്യ കൃത്യമായിട്ടും ഒരു ത്രികക്ഷി സ്വഭാവത്തിൽ അമേരിക്കയുടെ ഈ എന്താ പറയുക, അമേരിക്കയുടെ സമ്മർദ്ദം മറികടക്കാനുള്ളൊരു ഒരു വാക്കുമായിട്ട് ഈ ചൈന റഷ്യ ബന്ധത്തെ ഉപയോഗിക്കും എന്നുള്ളത് തർക്കവും വേണ്ട. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഇപ്പം നിലവിലുണ്ടായിരിക്കുന്ന ഈ വിള്ളൽ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആരെങ്കിലും ഒരു കൂട്ടർ ഇതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യണം. അതിന് ട്രംപോ മോദിയോ തയ്യാറാവുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്.